അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോ കാർബ് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇനി പാലപ്പം മിസ്സാകില്ല. അതിനുള്ളൊരു വഴി ഞാൻ കണ്ടെത്തി. സാധാരണ നമ്മൾ മാവ് തയ്യാറാക്കിയിട്ട് പുളിക്കാൻ വെക്കുന്ന പോലെ ഒന്നും ആവശ്യമില്ല. ഇത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മാവ് തയ്യാറാക്കിയ ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പത്തിലേക്ക് വേണ്ടിയിട്ട് ബദാം എടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇവിടെ ഞാനൊരു 90 ഗ്രാം ബദാം ഒരു ചോപ്പറിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മില്ലർ ജാർ ഉണ്ടെങ്കിൽ അതിലും പൊടിച്ചെടുക്കാം. പൾസ് ചെയ്തുകൊണ്ട് വേണം മില്ലർ ജാറിൽ പൊടിച്ചെടുക്കാൻ. മിക്സി ജാറിലാണ് പൊടിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങൾ ബാക്കി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ തരിച്ചെടുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അതൊരു പാകത്തിന് പൊടിഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ പൊടിച്ചുകൊണ്ടിരുന്നാൽ ഇത് ആൽമണ്ട് ബട്ടറായി പോകും. ചെറിയൊരു തരിതരിപ്പുണ്ടാവും, പ്രശ്നമില്ല. പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഞാൻ 1 കിലോ ഫ്ലാക്സീഡ് കടയിൽ നിന്ന് തന്നെ പൊടിച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിനകത്താണ് സൂക്ഷിക്കുക. ഫ്രിഡ്ജിന് പുറത്താണ് വെക്കുന്നതെങ്കിൽ അത് ടേസ്റ്റ് മാറുകയും ചെയ്യും, അതിനകത്ത് കൂത്തൻ വരികയും ചെയ്യും. അപ്പോൾ ഇതെന്തായാലും ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. വലിയൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മുട്ട നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത ബദാമും ഫ്ലാക്സീഡും കൂടെ ഉള്ള മിക്സ് 1 കപ്പിലേക്ക് അളന്നെടുക്കാം. 3 മുട്ടയിലേക്ക് 1 കപ്പ് മതിയാകും. ഇനി ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സോഡയും ഉപ്പും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുട്ടയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇത് മുട്ടയുമായിട്ട് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞു. മാവ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഫ്ലാക്സീഡ് പൊടി ചേർത്തത് കൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പാകം ലൂസാക്കി എടുക്കാം. നമ്മൾ സാധാരണ വെള്ളപ്പം ചുടൂലേ, ആ ഒരു കട്ടി മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് പാലോളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മേലേക്കൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാവിൻ്റെ ഒരു കട്ടി നമുക്ക് പാകമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചട്ടി വെച്ച് ചൂടാക്കാം. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞാൽ എണ്ണ തടവി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് മതി. ഇപ്പം മാവ് നല്ലൊരു പാകം കട്ടിയിലായിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നൊരു 1.5 തവി മാവ് എടുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. മാവ് കട്ടി കൂടുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ കഴിയില്ല. ഇനി അടച്ചു വെച്ച് കൊടുക്കാം. 1.5 മുതൽ 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവായി കിട്ടും. തീ ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. ഒന്ന് തുറന്നു നോക്കാം. നടു ഇനിയും വേവാനുണ്ട്. അപ്പോൾ വീണ്ടും അടച്ചു വെക്കുകയാണ്. ഒരു 2 മിനിറ്റ് ആയപ്പോഴേക്കും നടുവൊക്കെ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് അപ്പത്തിൻ്റെ വേവ് അറിയാനുള്ളൊരു ട്രിക്ക്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അടി കണ്ടില്ലേ, നല്ലൊരു കളറിലാണുള്ളത്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്തത് ഒഴിച്ചു കൊടുക്കാം. മാവിൻ്റെ കട്ടി നമ്മൾ ചെക്ക് ചെയ്യണം. നന്നായി കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലാക്സീഡ് ഉള്ളതുകൊണ്ടേ ആണ് കട്ടിയാവുന്നത്. ഇല്ല, തൊട്ടൊക്കെ പൈക്കണം, പൊട്ടണില്ല. അപ്പോൾ അതാ ഞാനെടുത്ത മാവ് മുഴുവൻ ചുട്ടെടുത്ത് കഴിഞ്ഞു.
പിന്നെ നമ്മുടെ സാധാരണ വെള്ളപ്പം മാവ് പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. വേവൊക്കെ ആ ഒരു സമയം തന്നെ ഉള്ളൂ. ഞാനെടുത്ത മാവ് കൊണ്ട് 6 വെള്ളപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പുറത്ത് ഇരുന്നെന്ന് വെച്ചിട്ട് ഇതിൻ്റെ വക്കൊന്നും മരവിച്ച് പോകുന്നില്ല. നമ്മൾ സാധാരണ ചിലപ്പോൾ അപ്പം ചുട്ടിട്ട് കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് മരവിച്ച് പോകും. അങ്ങനെയൊന്നുമില്ല. ഇത് ചുട്ടെടുക്കുമ്പോഴുള്ള ആ ഒരു സോഫ്റ്റ് നമ്മളിനിയിപ്പോൾ എത്ര നേരം വൈകിട്ട് കഴിക്കുമ്പോഴും ഉണ്ട്. മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കിയത് കൊണ്ടായിരിക്കാം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഉരത്ത് പോകാത്തത്. ഇതിലേക്ക് നമുക്ക് ചട്നിയോ മട്ടനോ ചിക്കനോ ഒക്കെ കറി വെച്ച് കഴിക്കാം. ഞാനിവിടെ മട്ടൻ കറി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കഴിക്കാനായിട്ട് എടുത്തത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാനിത് കഴിച്ചു കഴിഞ്ഞപ്പം ഇതിൽ മുട്ടയുടെയോ ബദാമിൻ്റെയോ ഫ്ലാക്സീഡിൻ്റെയോ ഒന്നും ടേസ്റ്റ് പ്രത്യേകിച്ച് എടുത്തു കാണിക്കുന്നില്ല. നമുക്ക് സാധാ ഒരു അപ്പമൊക്കെ കഴിക്കുന്ന ആ ഒരു രുചിയിൽ ആ ഒരു ഫീലിംഗ് തന്നെ കീറ്റോയിലും അപ്പം ഉണ്ടാക്കി കഴിക്കാം. നമ്മൾക്ക് വിരുന്നുകാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കീറ്റോ ചെയ്യുന്നവർ നോമ്പ് തുറക്കൊക്കെ ക്ഷണിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഒരു 2-3 തന്നെ ഒരാൾ മാക്സിമം കഴിക്കുള്ളൂ. അപ്പോഴേക്കും വയറൊക്കെ നന്നായിട്ട് ഫില്ലായി നല്ലൊരു ഫീൽ തോന്നും നമുക്ക്. ഇതാ അപ്പത്തിൻ്റെ നടു ഞാൻ മുറിച്ച് കാണിച്ചു തരാം. നല്ല വേവൊക്കെ നല്ല പാകമാണ്. നല്ല ആരൊക്കെ എടുത്തിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട്. സാധാരണ ഒരു അപ്പം പോലെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.